സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന കുട്ടികൾ മുതൽ ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ വരെ ജീവിതത്തിൽ കാണുമ്പോഴൊക്കെ ഹൃദയത്തിന്റെ മിടിപ്പ് കൂട്ടുന്ന ഒരാൾ തീർച്ചയായും ഉണ്ടാകും. ഇങ്ങനെ ഹൃദയത്തിന്റെ മിടിപ്പ് കൂട്ടുന്ന ആളുകളെയാണ് ഇന്ന് ആളുകൾ സ്നേഹത്തോടെ ക്രഷ് എന്ന് പറയുന്നത്. ഹൃദയമിടിപ്പ് കൂടുന്നതോടൊപ്പം തന്നെ മനസ്സിനും പല പല കാര്യങ്ങൾ ഓടിത്തുടങ്ങും. അപ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യമാണ്, ഞാൻ ക്രഷായി കരുതുന്നയാളുടെ മനസ്സിൽ എനിക്കായി വല്ല ഫീലിങ്സും ഉണ്ടോ? ഇനി ചോദ്യത്തിന് 100% ശരിയായ ഉത്തരം നിങ്ങളുടെ ക്രഷിന് മാത്രമേ തരാൻ കഴിയൂ. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന 8 സീക്രട്ട് സയൻസിനെ പറ്റിയാണ് പറയുന്നത്. ഈ സയൻസ് നിങ്ങളുടെ ക്രഷ് നിങ്ങളോട് കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യം സെറ്റായി എന്ന് തന്നെ കരുതാം. ഇതിലെ 3ാമത്തേത് 5ാമത്തേതും പിന്നെ അവസാനത്തേതുമായ സയൻസിനെ പറ്റി നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. കാരണം അവയെ കുറച്ചുകൂടി ശക്തമായ സൂചനകളായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. വീഡിയോയുടെ അവസാനം നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നതാണ്. അതുകൊണ്ട് വീഡിയോയുടെ അവസാനം വരെ കാണുക. സോ ലെറ്റ്സ് ബിഗിൻ. നമ്പർ 1, ആദ്യത്തെ സൈനാണ് ഐ കോൺടാക്ട്. കണ്ണുകളിലൂടെ പറയുന്ന കാര്യങ്ങൾ വാക്കുകളിലൂടെ പറയുവാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തെന്നാൽ, ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് കൃത്യമായ ഐ കോൺടാക്ട് നിലനിർത്തുന്നു, അതോടൊപ്പം തന്നെ സത്യസന്ധമായി പുഞ്ചിരിക്കുകയും ചെയ്യുന്നു എങ്കിൽ നിങ്ങളുടെ തലയിൽ നിന്നും സിംഗിൾ എന്ന ടാഗ് മാറാൻ പോകുന്നു എന്ന കാര്യം മനസ്സിലാക്കുക എന്നാണ്. ഇൻഫാക്ട് ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പുരികം ഉയർത്തുന്നതും ഒരു സ്ട്രോങ് സൈനാണ്. അത് നിങ്ങളോട് ആ വ്യക്തിക്ക് അടുപ്പം തോന്നുന്നത് കൊണ്ടായിരിക്കാം. ഇതൊന്നും ഞാൻ ഉണ്ടാക്കി പറയുന്ന കാരണങ്ങളല്ല. പകരം ഇതിന് പിന്നിലും ശാസ്ത്രത്തിന്റെ ചെറിയ വിശദീകരണമുണ്ട്. വാസ്തവത്തിൽ അങ്ങനെ ഉണ്ടാവാൻ കാരണം എന്തെന്നാൽ, നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴോ കാണുമ്പോഴോ നിങ്ങളുടെ ബ്രെയിൻ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നു. ഇതേ ഡോപ്പമിൻ കാരണമാണ് നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നത്. നിങ്ങൾ അറിയാതെ തന്നെ ഈ ഡോപ്പമിൻ കാരണമാണ് നിങ്ങളുടെ പുരികം ഉയരുന്നത്. അടുത്ത തവണ ക്രഷിനോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകളോടൊപ്പം തന്നെ പുരികവും ശ്രദ്ധിക്കുക. പിന്നെ കണ്ണുകൾ കൊണ്ട് മാത്രം ഒന്നും തന്നെ സംഭവിക്കില്ല. നിങ്ങളുടെ നാവിനും അതിൽ വലിയ പങ്കുണ്ട്. എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായില്ലേ? സംഭാഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത സൈനാണ് ദ ഓൾവേസ് സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ. ആരോടെങ്കിലും ഒത്തിരി നേരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് നിങ്ങൾ നിശബ്ദരായി പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അതായത് നിങ്ങൾക്ക് സംസാരിക്കാൻ പിന്നെ ഒന്നും തന്നെ ഇല്ലാത്തതുപോലെ തോന്നും. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ആളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ സംഭാഷണം നിലനിർത്തുന്ന തരത്തിലുള്ള വിഷയങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ ആരോടെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ മുന്നിലുള്ള ആളും നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ വളരെയധികം ശ്രദ്ധയോടെ കേൾക്കുന്നുമുണ്ട്. ഒരുപാട് ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം അയാൾ നിങ്ങളിൽ കുറച്ചെങ്കിലും ഇൻട്രസ്റ്റഡ് ആണ് എന്ന് തന്നെയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തി എല്ലായ്പ്പോഴും ആദ്യം സംഭാഷണം ആരംഭിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിന് മുന്നേ നിങ്ങളോട് സംസാരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആരെയാണ് ക്രഷായി കരുതുന്നുവോ അയാൾ നിങ്ങളെയും ചിലപ്പോൾ ക്രഷായി കരുതുന്നുണ്ടാകാം എന്നതിൻ്റെ ഒരു സൈനാണിത്. എന്നാൽ ഇതിന് നേർ വിപരീതമായി നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുകയും അവർക്ക് നിങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ നൽകാതിരിക്കുകയും നല്ല രീതിയിൽ മറുപടി നൽകാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മാത്രമാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെങ്കിലും നിങ്ങൾ നനഞ്ഞ പുല്ലിനാണ് തീയിടാൻ ശ്രമിക്കുന്നത് എന്നർത്ഥം. അതായത് അയാൾക്ക് നിങ്ങളിൽ യാതൊരുവിധ താല്പര്യമില്ല എന്നർത്ഥം. അതുകൊണ്ട് നിങ്ങൾ അവരുമായി അധികം അടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പോൾ വെറും 2 സയൻസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇനി 3ാമത്തേത്, ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. ആ സൈനാണ് ദ ഓൾവേസ് ട്രൈ ടു ടച്ച് യു. നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോഴോ പാർക്കുകളിലോ മറ്റോ കപ്പിൾസിനെ കണ്ടിട്ടുണ്ടാകും. അവരിലൊക്കെയും നിങ്ങൾ പൊതുവായി കണ്ടിട്ടുള്ള ഒന്നായിരിക്കും കപ്പിൾസ് എപ്പോഴും പരസ്പരം ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പരസ്പരം കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നതായി നമുക്ക് കാണാം. അല്ലെങ്കിൽ പരസ്പരം തോളുകളിലോ തലമുടികളിലോ ഒക്കെ തൊട്ടുരുമി ഇരിക്കുന്നതായി കാണാം. ഇതിന് കാരണം എന്തെന്നാൽ, ഏതെങ്കിലും ഒരു വ്യക്തിയുമായി നമുക്ക് അടുപ്പം തോന്നുകയാണെങ്കിൽ വളരെ സ്വാഭാവികമായും ആ വ്യക്തിയുമായിട്ടുള്ള ഫിസിക്കൽ ക്ലോസ്നെസ്സും നാം കൂട്ടുവാൻ ശ്രമിക്കുന്നു. ഇതാരും മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമല്ല, സബ് കോൺഷ്യസ്ലി തന്നെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പയ്യൻ അല്ലെങ്കിൽ പെൺകുട്ടി നിങ്ങളെ തൊടാൻ ശ്രമിക്കുന്നുവെങ്കിൽ, അതായത് കെട്ടിപ്പിടിക്കുക, സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി കൈപിടിക്കുക, തലമുടിയിൽ തൊടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടും അടുപ്പമുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ മുന്നിലുള്ള സർ അല്ലെങ്കിൽ മാഡം നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നതിന് ഒരു സ്ട്രോങ് സൈനാണിത്. പിന്നെ നിങ്ങളെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും നിങ്ങളെ പുകഴ്ത്തി സംസാരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത സൈനാണ് ദ ഗേവ് യു കോംപ്ലിമെന്റ്സ്. ലോകത്തിലെ മികച്ച സംഭാഷണത്തെപ്പറ്റി പറയുന്ന പുസ്തകങ്ങളിലും ലവ് ഗുരൂസിൽ നിന്നും സൈക്കോളജിസ്റ്റുകളിൽ നിന്നും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമായിരിക്കാം, ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മളിലേക്ക് ആകർഷിക്കുവാനായിട്ടോ അല്ലെങ്കിൽ അവരെ നിങ്ങളുടെ സുഹൃത്താക്കാൻ വേണ്ടിയിട്ടോ അവർക്ക് ജെന്യുവനായിട്ടുള്ള കോംപ്ലിമെന്റ്സ് നൽകേണ്ടത് അനിവാര്യമാണ്. കാരണം ആരെങ്കിലും ചെയ്ത കാര്യത്തിന്റെ പേരിൽ അവരെ പ്രശംസിക്കുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷം തോന്നും. അതുവഴി നിങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും ഓർക്കപ്പെടുന്ന ഒരാളായി മാറും.
നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മാഡം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കോംപ്ലിമെന്റ്സ് തന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണെന്നതിനുള്ള വലിയ സൈൻ ആകാം ഇത്. അടുത്തതായി പറയാൻ പോകുന്ന കാര്യവുമായി നിങ്ങൾക്ക് സ്വയം കണക്ട് ചെയ്യുവാൻ സാധിക്കുമായിരിക്കും. നമ്പർ 5, ദേ ആർ നെർവസ് അറൗണ്ട് യു. നിങ്ങൾ നിങ്ങളുടെ ക്രഷിനോട് ആദ്യമായി സംസാരിച്ച അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്ത ആ നിമിഷത്തെക്കുറിച്ച് ഓർക്കുക. നിങ്ങൾ ആ സമയത്ത് കുറേയൊക്കെ നെർവസ് ആയിരുന്നുവെന്ന് എനിക്ക് ഗ്യാരണ്ടിയോടുകൂടി പറയുവാൻ സാധിക്കും. നിങ്ങളുടെ ഹൃദയമിടിപ്പ് കുറച്ച് വേഗത്തിലായിരുന്നിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങളുടെ ശബ്ദം ഇടറിപ്പോയിട്ടുണ്ടാകും. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വളരെയധികം സ്വാഭാവികമാണ്. ഈ കാര്യത്തെ ശാസ്ത്രവും സൈക്കോളജിയും പ്രൂവ് ചെയ്യുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള ഒരു വ്യക്തിയുമായി നമ്മൾ ഇടപെടുമ്പോൾ നമ്മുടെ ഇമോഷണൽ ട്രിഗർ ആക്റ്റീവ് ആകുന്നു. അക്കാരണത്താൽ നമ്മുടെ ശരീരത്തിൽ അഡ്രിനാലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ കെമിക്കൽ കാരണം നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഫ്ലോ കൂടുതൽ വേഗത്തിലാകുന്നു. അതുകൊണ്ട് തന്നെ നാം സ്വാഭാവികമായും കുറച്ച് നെർവസ് ആകുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് നാണവും തോന്നുന്നു. ഇനി അടുത്ത സൈൻ എന്താണെന്ന് നോക്കാം. ദേ റിമെമ്പർ സ്മോൾ ഡീറ്റെയിൽസ്. ഇത്രയും ബിസിയായ ജീവിത കാലഘട്ടത്തിൽ ആളുകൾക്ക് മറ്റുള്ളവരുടെ പേര് പോലും ഓർത്തു വയ്ക്കാനുള്ള സമയമില്ല എന്ന് പറയാം. ഇത്തരം സാഹചര്യത്തിൽ ഏതെങ്കിലും വ്യക്തി നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും, ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്, നിങ്ങളുടെ ഫേവറേറ്റ് ആക്ടർ ആരാണ്, നിങ്ങളുടെ ജന്മദിനം അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുകയാണെങ്കിൽ അതൊക്കെ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തി നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നത് തന്നെയാണ്. കാരണം മനുഷ്യരുടെ ബ്രെയിനിൽ ഓരോ ദിവസവും 60,000-ൽ പരം ചിന്തകളാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മനസ്സിൽ 100-ഓ 200-ഓ ചിന്തകളൊക്കെ വന്നിട്ടുണ്ടാകും. ഇത്രയും കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രധാനം എന്ന് കരുതുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഓർത്തു വയ്ക്കുന്നുവെങ്കിൽ ഇതിൽ നിന്നും നമുക്ക് നേരിട്ട് മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ അവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരാളാണ് എന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് നമ്മുടെ അടുത്ത സൈൻ. ദേ ട്രൈ ടു നോ മോർ അബൌട്ട് യു. നിങ്ങളും ഈ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അവളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ശ്രമിക്കാറുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ചിലപ്പോൾ അവരെ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്ത് നോക്കാം. അവർക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാം, അല്ലെങ്കിൽ അവരുടെ കുറച്ച് സുഹൃത്തുക്കളുമായി അവരെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ മാത്രമല്ല, പെൺകുട്ടികളും ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഏതെങ്കിലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ പയ്യൻ നിങ്ങളിൽ നിന്നും നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയുവാനായി ശ്രമിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങളെപ്പറ്റിയാണ് കൂടുതലും സംസാരിക്കുന്നതെങ്കിൽ അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നതിനുള്ള ഒരു പോസിറ്റീവ് സൈനാണിത്. Now last but not the least. 8th, revealing their personal information. നിങ്ങൾക്ക് ഒട്ടും തന്നെ പരിചയമില്ലാത്ത അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത ഏതെങ്കിലും ഒരാളുമായി നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ 100% പേരുടെയും ഉത്തരം ഇല്ല എന്ന് തന്നെയായിരിക്കും. കാരണം നാം മനുഷ്യർ നമ്മളുമായി ഒരുപാട് അടുപ്പമുള്ളവരുമായി അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമുള്ളവരുമായി മാത്രമേ പേഴ്സണൽ കാര്യങ്ങൾ പങ്കുവയ്ക്കാറുള്ളൂ. ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഇത് ഏകദേശം ഒരുപോലെ തന്നെയാണ്. എന്നിരുന്നാലും പെൺകുട്ടികളുടെ കാര്യത്തിൽ ഇത് വളരെയധികം പ്രധാനവും ക്രൂഷ്യലുമായ ഒരു കാര്യമാണ്. കാരണം പെൺകുട്ടികൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ മറ്റാരുമായും ഷെയർ ചെയ്യാറില്ല. അങ്ങനെയുള്ളപ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയും നിങ്ങളോട് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസിനെ പറ്റി തുറന്നു പറയുകയാണെങ്കിൽ തീർച്ചയായും അവൾക്ക് നിങ്ങളുടെ മേൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഏത് തരത്തിലുള്ള ബന്ധങ്ങളായാലും പ്രണയബന്ധങ്ങളായാലും വിശ്വാസം എന്നത് എത്രത്തോളം അനിവാര്യമായ കാര്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ട്രസ്റ്റ് എന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു പയ്യന് അല്ലെങ്കിൽ പെൺകുട്ടിക്ക് നിങ്ങൾ പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ അത് അവർക്ക് നിങ്ങളോടുള്ള അടുപ്പത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വീഡിയോ ഇതുവരെ കണ്ടതിന് വളരെയധികം നന്ദി. ഒരു ക്രഷ് അല്ലെങ്കിൽ പ്രണയബന്ധം ഉണ്ടാവുക എന്നുള്ളത് മോശമായ ഒരു കാര്യമില്ല. എന്നാൽ നിങ്ങളിപ്പോൾ സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലും പഠനത്തിലുമായിരിക്കണം. കാരണം എല്ലാത്തിൻ്റെയും അവസാനത്തിൽ സക്സസിനാണ് പ്രാധാന്യം ലഭിക്കുക. അതുകൊണ്ട് 5-6 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ വിജയത്തിന്മേൽ ആളുകൾക്ക് ക്രഷ് ഉണ്ടാവുന്ന തരത്തിൽ ഇപ്പോൾ കഠിനാധ്വാനം ചെയ്യുക. താങ്ക് യു. ബൈ.